പിന്നെ വേറെ കളിയെ പറ്റിയിട്ടൊക്കെ പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല കണ്ടം കളിയായിരുന്നു. ചെന്നൈയിൻ എഫ് സി ആയിട്ടുള്ള മത്സരം ഞാൻ പിന്നെയും പറഞ്ഞു, എല്ലാവരും കളിച്ചു, നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു പെർഫോമൻസ് ഒന്നും ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കണ്ടം കളി, പലയിടത്തും പല മിസ്റ്റേക്കുകൾ, പലത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി കളി. സാധാരണ നമുക്ക് ഒരു കളി കാണുമ്പോൾ അതിനൊരു ഒഴുക്കും സ്വാഗൊക്കെ ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധനം പോലെ തോന്നി. സോ താളയ്ക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു ഇന്നലെ. പിന്നെ എന്തായാലും നമുക്ക് സമനില പിടിക്കാൻ പറ്റി. പിന്നെ പുതിയതായിട്ട് വന്ന ഡിഫൻഡർ ആള് ഒന്നും പറയാറായിട്ടില്ല, പക്ഷെ ആള് കുറെ ഇന്റർസെപ്ഷൻസും കുറെ അഗ്രസീവ് പരിപാടികളും ഒക്കെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കണ്ടു. പുള്ളി എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തായാലും കാത്തിരിക്കാം പുള്ളിയുടെ കലാപരിപാടികൾ എന്താണെന്ന് അറിയാൻ. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസിനെ പറ്റി നമുക്ക് പറയാൻ ഇതേ ഉള്ളൂ. പെർഫോമൻസ് ബേസ് ഭയങ്കര നന്നായിരുന്നു എന്നൊന്നും പറയാനില്ല. എടുത്തു പറയാനുള്ളത് നമുക്ക് കെവിൻ ദാസിനെ പറ്റിയിട്ട് മാത്രമാണ്, കെവിൻ ദാസിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് മാത്രമാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ് കളിയെ പറ്റിയിട്ട്? എങ്ങനെയോ ടൈ പിടിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. സോ ഈ ഒരു കളിയും വെച്ചുകൊണ്ട് മുമ്പോട്ടുള്ള പോക്ക് എന്താകും എന്ന് പോലും നമുക്ക് അറിയില്ല. സോ എന്തായാലും നമ്മൾ 5 മത്സരത്തിൽ നിന്ന് ഇപ്പൊ ആകെ എടുത്തിട്ടുള്ളത് 1 പോയിന്റ് ആണ്. ഇപ്പൊ നെക്സ്റ്റ് മത്സരം പഞ്ചാബുമായിട്ടാണ്. എന്തായി തീരും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ടീമിനെ സപ്പോർട്ട് ചെയ്യാം, മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കാം, അല്ലാതെ വേറൊന്നും പറയാനില്ല. Management out. Thank you.